LLBക്ക് പഠിക്കുമ്പോൾ തൊട്ട് തന്നെ ഞാൻ അഡ്വക്കേറ്റ് BA ആളൂർ സാറിൻ്റെ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ കാണാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇൻറ്റേൺഷിപ്പിൻ്റെ ഭാഗമായിട്ട് സാറിനെ കാണാനും കേസ് ബന്ധപ്പെട്ട് കോടതിയിൽ സാറിനെ മീറ്റ് ചെയ്യാനൊക്കെ ഒരവസരം കിട്ടിയിരുന്നു. സാറ് മരിച്ചു. ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയസിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ കമൻസ് ആളൂർ സാറിനെ കുറ്റപ്പെടുത്തിയിട്ടും ആൾ മരിച്ചത് നന്നായി എന്ന് പറഞ്ഞ കമൻസാണ് നമ്മൾ കാണുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ക്രിമിനൽ കേസിൽ പോലീസുകാർ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നു. ആ പ്രതിയാണ് ഈ കുറ്റം ചെയ്തത് എന്ന് ബിയോണ്ട് റീസണബിൾ ഡൗട്ട് 100% ഉറപ്പാവണം ഇയാൾ തന്നെയാണ് ആ കുറ്റം ചെയ്തതെന്ന് എന്ന് തെളിയിക്കേണ്ട ആവശ്യം ആരുടെയാണ് എന്ന് തെളിയിക്കേണ്ടത് പോലീസും പ്രോസിക്യൂഷനുമാണ്. പോലീസ് ഇപ്പോൾ ഒരാളെ പിടിച്ചിട്ട് ഇയാളാണ് പ്രതി, ഇയാളാണ് ഈ കുറ്റം ചെയ്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ ഇയാളാണ് ചെയ്തതെന്ന്? പോലീസ് ഒരാളെ കൊണ്ടുവന്ന് ഇയാളാന്ന് പറഞ്ഞാൽ ഇയാളാന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അത് കോടതിയിൽ തെളിയിക്കണം. ആ തെളിയിക്കേണ്ട ഡ്യൂട്ടിയാണ് പ്രോസിക്യൂഷനുള്ളത്. അപ്പോൾ അതിന് വേണ്ട തെളിവുകളും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ശേഖരിച്ച് കോടതിയിൽ കൊണ്ടുവന്ന് ഇയാളാണ് കുറ്റം ചെയ്ത് ഇയാൾ തന്നെയാണെന്നുള്ളത് 100% ഉറപ്പിക്കുക എന്നുള്ള ഡ്യൂട്ടി ആരുടെയാണ്? പോലീസിൻ്റെയും പ്രോസിക്യൂട്ടറുടെയും ജോലിയാണ്. അങ്ങനെ കറക്റ്റായിട്ട് എവിഡൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പോലീസിനും മാസം സാലറി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഇനി ഇവർ ഈ കൊണ്ടുവന്ന കാര്യങ്ങൾ 100% കോടതിയിൽ തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ പ്രതിയെ വെറുതെ വിടും. അത് ഞാൻ മനസ്സിലാക്കിയത് ഒരു അഭിഭാഷകൻ്റെ വിജയം എന്നതിനപ്പുറം അത് പ്രോസിക്യൂഷൻ്റെ ഫെയിലിയറാണ്, സ്റ്റേറ്റിൻ്റെ ഫെയിലിയറാണ്, ഗവൺമെൻറ്റിൻ്റെ ഫെയിലിയറാണ്. അതായത് ഗവൺമെൻറ് മെഷീനറി, പോലീസ് എന്ന് പറയുമ്പോൾ പോലീസ് പ്രോസിക്യൂട്ടർ എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ മെഷീനറീസാണ്, അതിൻ്റെ ഫെയിലിയറാണ് കാണിക്കുന്നത്. അതായത് പോലീസ് നല്ല രീതിയിൽ അന്വേഷിച്ച് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യുന്നു, നല്ല രീതിയിൽ പ്രോസിക്യൂട്ടർ കേസ് നടത്തിയാൽ ആ പ്രതി ശിക്ഷിക്കപ്പെടും. അയാളാണ് അത് ചെയ്തതെങ്കിൽ, അതിനുള്ള എവിഡൻസ് ഉണ്ടെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടും. ഒരു പ്രതിഭാഗം വക്കീല് എപ്പോഴും ഒരു പ്രതി അവിടെ കൂടുതൽ നിൽക്കുന്നുണ്ടെങ്കിൽ അയാൾ പാവാണ്, അയാളൊന്നും ചെയ്തിട്ടില്ല, അയാൾ അങ്ങനെയാണ്, അയാൾ ഇങ്ങനെയാണ്, അങ്ങനെ കടന്ന് അയാൾക്ക് വേണ്ടി ആർഗ്യൂ ചെയ്യലല്ല നടക്കുന്നത്. പ്രോസിക്യൂഷൻ കൊണ്ടുവരുന്ന തെളിവുകൾ ഇയാളെ കണക്ട് ചെയ്യാൻ ഉള്ള, പ്രോസിക്യൂഷൻ കൊണ്ടുവരുന്ന എവിഡൻസ് ഇയാളെ ലിങ്ക് ചെയ്യാനുള്ളതുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒരു പ്രതിക്ക് വേണ്ടി വാദിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ അയാൾക്ക് വേണ്ടിയിട്ട് ഫുൾ അയാൾ അങ്ങനെയാണ്, നല്ല മനുഷ്യനാണ്, ഇതാണ് അങ്ങനെ ഒരു വാദമല്ല. പ്രോസിക്യൂഷൻ എവിഡൻസ് കൊണ്ടുവരുന്നു, ആ എവിഡൻസ് കറക്റ്റാണോ നമ്മൾ നോക്കുന്നു. അങ്ങനെ നോക്കേണ്ട ആവശ്യമുണ്ട്. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പം A എന്ന് പറയുന്ന ഒരു വ്യക്തി ബസ് കയറാൻ പോകുന്നതിൻ്റെ ഇടയ്ക്ക് B എന്ന് പറഞ്ഞ വ്യക്തി എന്ത് ചെയ്യുന്നു? Aയുടെ മൊബൈൽ ഫോൺ മോഷ്ടിക്കുന്നു എന്ന് വിചാരിക്കുക. മോഷ്ടിച്ചതിന് ശേഷം A ബസ് കയറിപ്പോയി, അതിന് ശേഷം A വേറൊരു സ്ഥലത്ത് വെച്ച് അതിദാരുണമായി കൊല്ലപ്പെടുകയാണ്. അത് കൊന്നത് ആരാണ്? C ആണെന്ന് വിചാരിക്കുക. പോലീസ് കേസ് അന്വേഷിക്കുമ്പോൾ ഇയാളുടെ മൊബൈൽ ഫോൺ കാണുന്നില്ല. മൊബൈൽ ഫോണിലേക്ക് വിളിക്കുമ്പോൾ B ആണ് മൊബൈൽ ഫോൺ എടുക്കുന്നത്. കാരണം Aയുടെ മൊബൈൽ ഫോൺ മോഷ്ടിച്ച ആരാണ്? B ആണ്. പോലീസ് വിചാരിക്കുന്നു, അല്ലെങ്കിൽ പോലീസ് ചോദിക്കുന്നു, അപ്പോൾ ഡൗട്ട് തോന്നുന്നുണ്ട് B ആണോ ചെയ്തതെന്ന് വെച്ചിട്ട് ഈ Bനെ എന്താക്കിയെന്ന് വിചാരിക്കുക, നിങ്ങൾ പ്രതിയാക്കിയെന്ന് വിചാരിക്കുക. അങ്ങനെ കേസുകൾ ഉണ്ടാവാറുണ്ട്. B എന്ന് പറഞ്ഞ വ്യക്തിയെ പ്രതിയാക്കുന്നു. B ആണ് എന്ത് ചെയ്തത്? Aയെ കൊന്നതെന്ന് കേസ് വന്നാൽ നമ്മളൊരു ഒരു പ്രതിഭാഗം വക്കീൽ Bക്ക് വേണ്ടി വാദിക്കുന്നതുകൊണ്ട് എന്താണ് കുഴപ്പം? ശരിക്കും കൊന്നത് C ആവില്ലേ? ആരാന്ന് നമുക്ക് ഉറപ്പില്ലല്ലോ. അപ്പോൾ പോലീസുകാർ പറയാണ് B ആണ്. പോലീസുകാർ നന്നായിട്ട് അന്വേഷിക്കാൻ ചിലപ്പോൾ സീനെ കണ്ടെത്താം. ഞാനൊരു ഉദാഹരണമാണ് പറയുന്നത്. ഇങ്ങനെ ഒരു ക്രൈം നടക്കുമ്പോൾ ആ ക്രൈം ചെയ്തത് ആരാണെന്നുള്ള വ്യക്തമായിട്ട് കണ്ടെത്തണം. ഇപ്പം ഈ കേസിൽ ആരാണ്? C ആണ് ചെയ്തത്, Bനെയാണ് പിടിച്ചത്. B മൊബൈൽ മോഷ്ടിക്കുക എന്നുള്ള പണി മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം B പോയി. പക്ഷെ അതിനുശേഷം C ആണ് Aയെ കൊന്നത്. പക്ഷെ Cയെ പിടിക്കാണ്ട് വരുന്നു, ആരെ പിടിക്കുന്നു? Bയെ പിടിക്കുന്നു. B തന്നെയായിരിക്കണം ഇത് ചെയ്തതെന്ന് പറഞ്ഞാൽ Bയെ പിടിക്കുന്നു. ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. Bയെ പിടിക്കുന്നു. അങ്ങനെ സിറ്റുവേഷൻ വരുമ്പം ഒരു ക്രിമിനൽ അഡ്വക്കേറ്റ്, പ്രതിഭാഗം വക്കീൽ നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ്? Bക്ക് വേണ്ടിയിട്ട് നമ്മൾ ഹാജരാവുന്നതിൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. ഇതുപോലെ തന്നെയാണ് ഇപ്പം എത്ര വലിയ കൊലപാതകമായിക്കോട്ടെ, എന്ത് വലിയ കേസായിക്കോട്ടെ, ഈ വ്യക്തിയാണ് ചെയ്തതെന്ന് പോലീസ് പറയാണ്. പക്ഷെ നമുക്ക് 100% ഉറപ്പിക്കാൻ പറ്റുമോ? ഇതാകെ കൂടി അറിയാവുന്നത് ദൈവത്തിന് മാത്രമാണ്. നമ്മുടെ റിയൽ ലൈഫിൽ ദൈവം എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നത് ആരാണ്? കോടതി അവിടെ ഇരിക്കുന്നുണ്ട്. കോടതി ഇത് നോക്കിയിട്ട് കോടതിയാണ് ഇയാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇയാളെ ശിക്ഷിക്കട്ടെ. അങ്ങനെയുള്ള സിസ്റ്റത്തിൽ ഇപ്പോൾ ഒരു അഡ്വക്കേറ്റ് ആളൂർ സാറ് മരിച്ചപ്പം ഇങ്ങനെ മോശം കമൻറ്റുകൾ പറയേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. കാരണം പ്രതിഭാഗം വക്കീൽമാർ, ക്രിമിനൽ അഡ്വക്കേറ്റ്സ്, അവർ
നന്നായിട്ട് ഏറ്റവും മാക്സിമം ഏറ്റവും എഫേർട്ട് ഇട്ട് ആർഗ്യൂ ചെയ്ത് ആ പ്രതിക്ക് വേണ്ടി ആർഗ്യൂ ചെയ്യുമ്പോഴാണ് പോലീസ് കേസ് മര്യാദ അന്വേഷിക്കുകയുള്ളൂ. പോലീസ് പക്കയായിട്ട് അപ്പം പോലീസ് കറക്റ്റായിട്ട് കേസ് അന്വേഷിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് കോടതിയിൽ കൊണ്ടുവരുമ്പം പ്രതിഭാഗം വക്കീൽ ഇതേപോലെ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പം കറക്റ്റ് അന്വേഷണം അങ്ങനെ കറക്റ്റായിട്ട് അന്വേഷിച്ചാൽ എന്താ ഗുണം? കറക്റ്റ് പ്രതിയെ കണ്ടുപിടിക്കും. അല്ലെങ്കിൽ പോലീസുകാർ ആരെങ്കിലും ഒരാളെ പിടിച്ചിട്ട് കൊണ്ടുവന്നാൽ പോരെ. അപ്പോൾ എങ്ങനെയൊക്കെ ഡിഫൻസ് സൈഡ് പ്രതിഭാഗം എത്രത്തോളം സ്ട്രോങ് ആവുന്നോ അത്രത്തോളം ആര് ഇമ്പ്രൂവ് ആവും? പോലീസ് ഇമ്പ്രൂവ് ആവും. പോലീസ് ഇമ്പ്രൂവ് ആവും എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഇമ്പ്രൂവ് ആവും. ആർക്ക് തന്നെയാണ് ഗുണം? നമുക്ക് തന്നെയാണ് ഗുണം. അപ്പോൾ ഈ മരണപ്പെട്ട നമ്മുടെ ആളൂർ സാറിനെ ഇങ്ങനെ തെറി പറയേണ്ടതോ മോശമായ കമൻസ് ഇടേണ്ടതോ ആവശ്യമില്ല. കാരണം നാളെ നമ്മൾ ഒരു കേസിൽ പ്രതിയാകുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. ചിലപ്പോൾ നമ്മൾ ചെയ്തായിരിക്കാം, ചെയ്യാത്തതായിരിക്കാം. ചിലപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒന്നും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഫോൺ മോഷ്ടിക്കുക മാത്രമായിരിക്കാം ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ പ്രതിയാകുമ്പോഴേ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവുള്ളൂ. അപ്പം ക്രിമിനൽ കേസുകളിൽ എത്രത്തോളം നല്ല നല്ല അഡ്വക്കേറ്റ്സ്, എത്രത്തോളം ടോപ്പ് അഡ്വക്കേറ്റ്സ് ക്രിമിനൽ കേസുകൾ വാദിക്കാൻ വരുന്നു അത്രത്തോളം സമൂഹത്തിന് നല്ലതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അത്രത്തോളം പോലീസ് മര്യാദയ്ക്ക് പണിയെടുക്കേണ്ടി വരും. അതാണ് പോലീസ് പക്കയായിട്ട് കാര്യങ്ങൾ അന്വേഷിക്കേണ്ടി വരും. ക്രിമിനൽ വക്കീൽമാർ ഇതൊന്നും ചെയ്തില്ലെങ്കിലോ പോലീസ് ആരെങ്കിലും പിടിക്കും, അയാളെ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യും, അയാളെ ശിക്ഷിച്ചോ എന്നുള്ളതും. അത് അയാളാണോ അല്ലയോ എന്നുള്ളത് ഇപ്പം എന്താ ഉറപ്പ്? നമ്മുടെ ടാക്സിൽ നിന്നാണല്ലോ ഈ പോലീസുകാർക്കും ഈ സിസ്റ്റത്തിനും ഫുള്ള് സാലറി കൊടുക്കുന്നത്. അവർ പണിയെടുക്കട്ടെ. അപ്പം നല്ല അഭിഭാഷകർ വരുന്നത് നല്ലതാണ്. അപ്പം നമ്മുടെ ആളൂർ സാറ് മരിച്ചു. സാറിന് ഇത്രത്തോളം മോശമായ രീതിയിൽ കമൻറ്റുകൾ ഇടേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് സ്വയം ചിന്തിക്കുക.